ധർമ്മം. ചില ആളുകൾക്ക് ജന്മനാ തന്നെ പാട്ട് പാടാനുള്ള നല്ല കഴിവുണ്ടാവും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബിലൊരു പാട്ട് കേട്ട്. അന്ന് പഠന കാലത്ത് അവനൊരു 10 വയസ്സേ വരുള്ളൂ. ഈ കൊച്ചു പയ്യൻ അവിടെ ഇന്നിരുന്ന് നല്ല ഒന്നാം തരം രാഗങ്ങൾ, കീർത്തനങ്ങൾ ഇതെല്ലാം പാടുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അത് ജന്മസിദ്ധമായ ഒരു ഗുണമാണ്. അതിനനുസരിച്ച് അതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഓരോ ഗുണം. അതനുസരിച്ച് അത് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നതിന് എന്ത് ചെയ്യും? എൻ്റെ സ്വധർമ്മം, സ്വധർമ്മം എന്നുള്ള വാക്ക് പറഞ്ഞു, എൻ്റെ സ്വധർമ്മം കണ്ടെത്തുന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലങ്ങ് മറന്ന് ഇരുന്ന് പോകും. ബാക്കിയെല്ലാം മറന്നിട്ട് അതിൽ രസിച്ച് അങ്ങനെ ഇരുന്നു പോകും. ചില ആളുകൾക്ക് ഈ റേഡിയോ മാതിരിയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എടുത്ത് അഴിച്ചു പിരിച്ച് തിരിച്ച് ഫിറ്റ് ചെയ്ത് അങ്ങനെ അതെല്ലാം ചെയ്യുന്നതിൽ അമർന്നിരുന്നു പോകും. പിന്നെ ഒന്നും അറിയില്ല. അപ്പോൾ അതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത്? ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നമ്മളെയും മറന്ന് ആഹാരകാര്യവും മറന്ന് അതിലങ്ങ് രസിച്ച് ഇരുന്നു പോകും. അത് കണ്ടെത്തണം. അത് നമ്മുടെ സ്വധർമ്മമാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ അതെല്ലാവർക്കും ഉണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ എല്ലാം മറന്ന് ആഹാരകാര്യവും മറക്കും. അച്ഛനും അമ്മയും വന്ന് ഓർമ്മിപ്പിച്ചാൽ പോലും അതിൽ തന്നെ അമർന്ന് ഇരുന്നു പോകും. അത് എന്താണ്? അത് അവരവരുടെ സ്വധർമ്മത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനകത്ത് മറന്നിരുന്നു പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചില വിഷയങ്ങൾ പഠിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ ഇത് എന്തൊരു കടുപ്പം, ഇതെങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ തോന്നി. അതിനൊരു രസം തോന്നില്ല. പിന്നെ ക്ലാസ്സിൽ ഇരിക്കണ്ടേ എന്ന് വിചാരിച്ച് അവിടെ അങ്ങിരിക്കും. അത് അവരവരുടെ സ്വധർമ്മത്തിന് ചേർന്നതല്ല. സ്വധർമ്മം അല്ലാത്ത കാര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്താണ് പേര്? പരധർമ്മം. പരധർമ്മം ചെയ്യരുത്, സ്വധർമ്മം ചെയ്യണം. സ്വധർമ്മം ചെയ്താൽ നമ്മൾ അതിൽ മറന്നിരുന്നു പോകും. ഭഗവത്ഗീത ഒരു സ്ഥലത്ത് പറയും, സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വധർമ്മത്തിൽ മുഴുകി ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് അതുമൂലം മരിച്ചു പോകാൻ വരെ ഇടയായാൽ ശ്രേയസ്കരമാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? നമുക്ക് ജീവിതത്തിൽ ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും 2 കാര്യങ്ങൾ നേടാനുണ്ട്. ഒന്ന്, അറിവിൻ്റെ ലോകത്ത്. നിങ്ങൾക്ക് ഇപ്പോൾ അറിവിൻ്റെ ആദ്യ പാഠങ്ങളെല്ലാം പഠിച്ചു. ഇദ്ദേഹം 100 മാർക്കും വായിച്ച് ചോദ്യത്തിന് എല്ലാം ഉത്തരം പറയുന്നു. അപ്പോൾ അറിവിൻ്റെ ലോകത്ത് സന്തോഷിക്കും, ഇല്ലേ? സന്തോഷിക്കുന്നോ? അപ്പോൾ അങ്ങനെ അറിവിൻ്റെ ലോകത്ത് സന്തോഷിക്കുകയും അതുകൊണ്ട് എന്താ നേട്ടം? അവർക്ക് പറയാം സന്തോഷം. അതിൽ അങ്ങേയറ്റത്തെ സന്തോഷം ഏതാണെന്നറിയാമോ? അതിനെ ഉപനിഷത്തുകൾ മോക്ഷം എന്ന് പറയും. പിന്നെ അമൃതത്വം. നിങ്ങൾ നചികേതസ് എന്നൊരു കുട്ടിയുടെ കഥ വായിച്ച് പഠിച്ചിട്ടുണ്ടോ? കഠോപനിഷത്തിലെ ശിഷ്യനാണ് നചികേതസ്. നചികേതസിന്റെ അച്ഛൻ വാചസ്രവസ്. അദ്ദേഹം ഒരു വലിയ യജ്ഞം നടത്തി. യജ്ഞത്തിൻ്റെ അവസാനം, യജ്ഞം വെച്ചാൽ വലിയ ഹോമം, അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കും. അത് നടത്തിയിട്ട് അവസാനം ഇത് നടത്തിയവർക്കെല്ലാം ദക്ഷിണ കൊടുക്കണം. ആ പ്രത്യേക യജ്ഞത്തിൻ്റെ നിയമം അനുസരിച്ച് ഇദ്ദേഹത്തിന് എന്തെല്ലാം സ്വത്ത് കൈവശമുണ്ടോ അത് മുഴുവൻ ഈ പുരോഹിതന്മാർക്ക് ദക്ഷിണയായിട്ട് കൊടുക്കണം. എന്നാൽ ഈ വാചസ്രവസ് വളരെ അർക്കീസായിരുന്നു. അർക്കീസ് എന്ന് പറഞ്ഞാൽ അറിയാം, ലുബ്ധരായിരുന്നു. അയാൾക്ക് ഈ സ്വത്തെല്ലാം ആർക്കെങ്കിലും കൊടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അന്നത്തെ സ്വത്ത് ഇളക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ആളുകൾ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്, പിന്നെ വലിയ വീടുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ ഒക്കെയാണ്. അന്ന് ഒരാളിന് എത്ര പശുക്കളുണ്ട് എന്ന് വെച്ചുകൊണ്ടാണ് അയാൾ സമ്പന്നനാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതിന് ദക്ഷിണ കൊടുക്കേണ്ട സമയമായ വാചസ്രവസ് അവിടെ അദ്ദേഹത്തിന് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. അതിൽ വെള്ളം കുടിക്കാത്തതും കറവ പറ്റിയതും
ഉണങ്ങിയതും ഒക്കെയായ വയസ്സായതും ഒക്കെയായ കുറച്ച് പശുക്കളുണ്ട്. ആ പശുക്കളെ എല്ലാം പിടിച്ചു കെട്ടി ദക്ഷിണ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ 12 വയസ്സുള്ള ഒരു മകനാണ് നചികേതസ്. ഈ നചികേതസ് ഇത് കണ്ട് നചികേതസ് കണ്ടപ്പോൾ അയ്യോ അച്ഛൻ ചെയ്യുന്ന വലിയ തെറ്റാണല്ലോ അല്ലേ. കൊച്ചു കുട്ടിക്ക് തോന്നി അച്ഛൻ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ഉടനെ അച്ഛനില്ലേ, അച്ഛന് കുറ്റം പറയാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ ഇവനിങ്ങനെ ആലോചിച്ചു എന്തു ചെയ്യും. അവസാനം അവൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാണ് ദക്ഷിണ കൊടുക്കുന്നത്? ഒരച്ഛന് ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? മകനല്ലേ? ആണോ അല്ലേ? അങ്ങനെ മകൻ അച്ഛനോട് ചോദിക്കുന്നു, എന്നെ ആർക്ക് ദക്ഷിണ കൊടുക്കും? അപ്പോൾ എല്ലാ സ്വത്തും കൊടുത്തതിന് തുല്യമാണ്. അപ്പോൾ അച്ഛൻ വിചാരിച്ചത് ചെറുക്കൻ തമാശ പറയുകയാണെന്ന്. അച്ഛൻ ഒന്നും വേണ്ടിയില്ല. ഇവൻ രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു ഈ കുട്ടി. അപ്പോൾ അച്ഛന് ദേഷ്യം വന്നു. നിന്നെ ഞാൻ യമരാജന് കൊടുക്കും എന്നുവെച്ചാൽ കാരൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യമരാജന് കൊടുക്കുമെന്നില്ലേ പറഞ്ഞത്? അച്ഛൻ്റെ വാക്ക് പാലിക്കണോ വേണ്ടേ? വേണം. അതുകൊണ്ട് അവനെന്ത് ചെയ്തു? നേരെ യമരാജൻ്റെ അടുത്തേക്ക് അങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ കൊട്ടാരത്തിൽ ഉള്ളിൽ കയറ്റിയില്ല, കാവൽക്കാർ ഉള്ളിൽ കയറ്റിയില്ല. ഇവൻ 3 ദിവസം അവിടെ കിടന്നു, പട്ടിണി കിടന്നു. എന്നിട്ട് 3 ദിവസം ആയപ്പോൾ ഈ കാവൽക്കാർക്ക് തോന്നി ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരതിഥി വന്ന് ഒരു വീട്ടിൻ്റെ പടിക്കൽ, യമരാജൻ്റെ കൊട്ടാരം അദ്ദേഹത്തിൻ്റെ വീടല്ലേ, ഒരു അതിഥി വന്ന് സ്വന്തം വീട്ടിൽ വീട്ടിൻ്റെ ഗേറ്റിൽ പട്ടിണി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ഗൃഹനാഥന് ഏറ്റവും വലിയ പാപമായി തീരും. അതുകൊണ്ട് കാവൽക്കാർ ഉടനെ യമരാജന് വിവരം അറിയിച്ചു. ഒരു ബ്രാഹ്മണക്കുട്ടി ഇവിടെ വന്ന് 3 ദിവസമായി പട്ടിണി കിടക്കുന്നു, അങ്ങേ കാണാൻ വേണ്ടി. വെള്ളം കൊണ്ടുപോവാ, അവൻ്റെ കാലിലൊഴിച്ച് തീ കെടുത്തട്ടെ. ഒരതിഥി വീട്ടിൽ വന്നാൽ എങ്ങനെ സ്വീകരിക്കണം എന്നാണ് അറിയാമോ? വെള്ളം കൊണ്ടുവന്ന് പാദം കഴുകണം. എന്തിനാ പാദം കഴുകുന്നത് വെള്ളം കൊണ്ടല്ലേ. ഈ പട്ടിണി കിടന്ന് കുട്ടി, ഒരു അതിഥി വീട്ടിൽ വന്നാൽ പട്ടിണി കിടന്നാലും അവൻ തീയാണ്. തീക്ക് തുല്യമാണ് ഒരു അതിഥി വന്നാൽ. മാന്യനായ അതിഥി വന്നാൽ അദ്ദേഹത്തെ തീയായി സങ്കല്പിക്കണം. ആ തീ അണയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകുന്നത്. ഇപ്പോഴും ആ രീതിയൊന്നും ഇവിടെയൊന്നും ഇല്ല. തെക്കോട്ട് തലശ്ശേരി, കണ്ണൂർ ഭാഗത്തൊക്കെ ചെന്നാൽ ഇപ്പോഴും നിങ്ങളൊക്കെ ചെന്നാൽ ഉടനെ ഗൃഹനാഥനോ ഗൃഹനാഥയോ വന്ന് കാല് കഴുകി പൂവിട്ട് പൂജിച്ച് മാത്രമേ അകത്ത് കയറ്റൂ. ഒരു ചടങ്ങാണ് അവർക്ക്. തമിഴ്നാട്, കർണാടക പ്രദേശത്തൊക്കെ, ഗ്രാമപ്രദേശത്ത് എന്നാൽ അവിടെയും ഇത് തന്നെയാണ്. ഒരു സന്യാസി, ഒരു ബ്രാഹ്മണൻ എന്നാൽ ഉടനെ ഒരു നെല്ല് എന്ന് പറഞ്ഞവരകത്ത് പോയി അവിടെ ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? വെള്ളത്തിൽ പൂവിട്ട് അവർ കൊണ്ടുവന്ന് കാലിൽ ഒഴിഞ്ഞ് കാല് കഴുകി, പിന്നെ ദീപം കൊണ്ടുവന്ന് കാലിൽ ഒഴിഞ്ഞ് ഒക്കെ പിന്നെ അകത്ത് കയറ്റുള്ളൂ. എന്തിനാ വന്നതെന്നുള്ളത് ഒക്കെ പിന്നീടേ ചോദിക്കുള്ളൂ. അത് ഇവിടുത്തെ ആചാരമാണ്. കേരളക്കാർക്ക് ഇതൊന്നുമില്ല. നല്ല ആചാരമാണോ ചീത്ത ആചാരമാണോ? നല്ലതല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു സന്യാസി വന്നു എന്നിരിക്കട്ടെ, അവരെ സ്വീകരിക്കേണ്ടത് ഇങ്ങനെ വേണം. യമരാജൻ വെള്ളം കൊണ്ടുവന്നു, പയ്യനെ സ്വീകരിച്ചു, അത് കയറ്റി. പയ്യനോട് ചോദിച്ചു, നീ എന്തിനാ വന്നതെന്നല്ല ചോദിച്ചത്, നിനക്ക് വന്ന് 3 ദിവസം ഇവിടെ പട്ടിണി കിടന്നില്ലേ, അതിനു വേണ്ടി നീ 3 വരം ചോദിച്ചോ എന്ന് പറഞ്ഞു. കുട്ടി അവിടെ ഇരുന്ന് ആലോചിച്ചു. സാധാരണഗതിയിൽ നീ ഇഷ്ടമുള്ള വരം ചോദിച്ചാൽ സമ്പത്ത് കിട്ടണമെന്നൊക്കെ അല്ലേ ആഗ്രഹിക്കുന്നത്. ഇതങ്ങനെയല്ല. ആദ്യം തന്നെ അവൻ പറഞ്ഞു, ഞാനിനി എൻ്റെ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ തിരിച്ചറിയണം.
അതെന്ത് ഏർപ്പാട്? അച്ഛൻ മകനെ തിരിച്ചറിയില്ലേ? സാധാരണ തിരിച്ചറിയില്ലേ? പക്ഷെ ഈ മകൻ പറയുന്നു എന്നെ അച്ഛൻ തിരിച്ചറിയണം എന്ന്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ കഥ തീരുന്നത് യമരാജൻ അവന് ജ്ഞാനോപദേശം നൽകുന്ന അതിൻ്റെ പൂർണ്ണതയിലാണ്. അപ്പോൾ അവൻ ജ്ഞാനിയായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. മനസ്സിലായോ? യമൻ ഗുരുവാണ് അവിടെ. യമൻ ഗുരുവായിട്ട് യമന്റെ അടുത്തു നിന്നും ഉപദേശം സ്വീകരിച്ച് ജ്ഞാനിയായിട്ടാണ് അവൻ തിരിച്ചു പോകാൻ പോകുന്നത്. അതെല്ലാം പയ്യൻ മുൻകൂട്ടി കണ്ടിട്ട് ആണ് ഈ വരം ചോദിക്കുന്നത്. എന്ത് വരമാണ്? ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ തിരിച്ചറിയണം. അച്ഛൻ ഇങ്ങനെയുള്ള ആളാണ്. ജ്ഞാനിയോ അജ്ഞാനിയോ? ജ്ഞാനിയാണ്. അതുകൊണ്ടാണല്ലോ ഉള്ള സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉള്ള ഉണക്ക പശുക്കളെല്ലാം കൊണ്ട് കൊടുത്തത്. ആ ശരി, അത് സമ്മതിച്ചു. നീ രണ്ടാമത്തെ വരം ചോദിച്ചോ എന്ന് പറഞ്ഞു. അത് ചില ആളുകൾ പറയുന്നു മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയാൽ അവിടെ വേണ്ടത്ര സുഖങ്ങളെല്ലാം അനുഭവിക്കാം. അതിന് ചെയ്യേണ്ടത് ഇവിടെ ജീവിക്കുമ്പോൾ അഗ്നിവിദ്യ അതെന്നാർത്ഥം അഗ്നിയിൽ സാധനങ്ങളൊക്കെ അർപ്പിച്ചാണല്ലോ ഹോമം ചെയ്യുന്നത് അല്ലേ? ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ആ അഗ്നിവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരണം എന്നായി. അപ്പോൾ നമുക്ക് തോന്നും യമരാജ് എന്തായിപ്പോൾ ആ അഗ്നിവിദ്യ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് പറയാല്ലാതെ അഗ്നിവിദ്യ എന്താണെന്ന് ആ ഉപനിഷത്തിൽ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഉപനിഷത്തുകളിൽ ഇത് കഠോപനിഷത്താണ്. അവിടെ ജ്ഞാനോപദേശമാണ് നൽകാൻ പോകുന്നത്, കർമ്മോപദേശമല്ല. ജ്ഞാനമാർഗം കർമ്മമാർഗം എന്ന രണ്ട് മാർഗങ്ങൾ ഈ ആധ്യാത്മിക രംഗത്ത് പണ്ടേ ഉണ്ട്. കർമ്മമാർഗമാണ് നമ്മൾ ഈ പല ആളുകളും അമ്പലത്തിൽ പോയി ഹോമം ചെയ്യിക്കാറില്ലേ? അതൊക്കെ കർമ്മമാർഗമാണ്. കർമ്മമാർഗത്തിൻ്റെ ഫലം എന്താ? മരിച്ചതിന് ശേഷം സ്വർഗത്തിലെത്താം എന്ന് പറയുന്നു. എന്നിട്ടോ അവിടെ അങ്ങ് സ്ഥിരമായിട്ട് താമസിക്കുമോ? അതില്ല. പിന്നെയോ കുറച്ചാൾ കഴിയുമ്പോൾ തിരികെയെങ്കിലോ ഈ ലോകത്ത് വരും. എന്നിട്ടോ വീണ്ടും നല്ല പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്ത് പുണ്യമാർജിക്കുമ്പോൾ തിരിച്ച് വീണ്ടും സ്വർഗത്തിൽ പോകാം. ഇങ്ങനെ സ്വർഗത്തിൽ പോയും തിരികെ വന്നും എത്രയോ ജന്മങ്ങൾ അങ്ങനെ കഴിയാം എന്ന് മാത്രമേ കർമ്മമാർഗത്തിൽ പഠിപ്പിക്കുന്നുള്ളൂ. ജ്ഞാനമാർഗത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ അമൃതന്മാരാണ് എന്നാണ്. അമൃതന്മാരെന്ന് വെച്ചാൽ എന്താ അർത്ഥം? മരണമില്ലാത്തവരാണ് എന്നാണ്. അതെങ്ങനെയാണ്? നമ്മൾ മരിക്കില്ലേ? മരിക്കും. അപ്പോൾ പിന്നെ മരണമില്ലാത്തവരെന്ന് ഞാൻ പറയുന്നത് മാല കഴുത്തിൽ കുട്ടികളെല്ലാം മാല കാണണം. മാല എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പൊ മാലയ്ക്ക് രണ്ടു തരം അറിവുണ്ടാകാം. മാല അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ. രണ്ടു തരം അറിവുണ്ടാകാം. ഒന്ന്, ഞാൻ മാലയാണ്. അത് ശരിയോ തെറ്റോ? ഞാൻ മാലയാണ് എന്ന അറിവ്. അത് ശരിയോ തെറ്റോ? അത് ശരിയായ ഉത്തരം. പക്ഷെ ഇനിയൊരു ഉത്തരമുണ്ട്. ഇതാണ് ഞാൻ സ്വർണമാണ് എന്നുള്ളത്. അത് ശരിയോ തെറ്റോ? അപ്പൊ രണ്ട് ശരിയുണ്ടോ? അപ്പൊ പിന്നെ കൂടുതൽ ശരി ഏതാ? ഞാൻ സ്വർണമാണ് എന്ന് മാല അറിഞ്ഞാൽ ഈ സ്വർണം എന്നുണ്ടായി പറയാൻ പറ്റുമോ? എന്നുണ്ടായെന്ന് പറയാൻ പറ്റൂല. അത് ഖനിയിൽ നിന്നും എടുത്ത് സ്വർണമാക്കി ഉരുക്കി മാലയുണ്ടാക്കി എന്നൊക്കെ അല്ലാതെ എന്നുണ്ടായി എന്ന് പറയാൻ പറ്റുമോ? എന്ന് അതില്ലാതാവും. പറയാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ മരണം അതിന് നശിക്കുമോ? അതിന് രൂപം മാറ്റാം എന്നുള്ളതല്ലാതെ അതിനെ ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കില്ല. അതുപോലെ നിങ്ങൾക്കും നിങ്ങളെപ്പറ്റി രണ്ടു തരം അറിവുണ്ടാകാം. ഈയുടെ പേരെന്താണ്? മോഹൻദാസ്. ഞാൻ മോഹൻദാസ് ആണ്, ഞാൻ ഇന്ന വീട്ടിലെ മോഹൻദാസ് ആണ് എന്നത് ഒരറിവ്. പിന്നീട് മോഹൻദാസ് ഒരു മാലയാണെന്നിരിക്കട്ടെ, ആ മാലയായി തീരാൻ ഒരു സ്വർണം വേണ്ടേ? ആ സ്വർണം ഏതാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന പേര് ആത്മാവ് എന്നാണ്. അപ്പോൾ അത് എന്നുണ്ടായി? ആത്മാവ് എന്നുണ്ടായി പറയാൻ പറ്റില്ല. അതുണ്ടായതല്ല ഉള്ളതാണ്. എന്നില്ലാതായി തീരും? ഇല്ല, അതില്ലാതായി തീരൂല. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കുണ്ടായാൽ, മോഹൻദാസിന് ഈ അറിവുണ്ടായാൽ
മോഹൻദാസിന് എന്ത് സംഭവിച്ചു? അല്ല, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇനി മരിക്കുകയുമില്ല. അപ്പൊ ഞാൻ ജനനവും മരണവും ഇല്ലാത്തവനാണ് എന്ന സ്ഥിതി വരും. അപ്പോൾ ഇതെങ്ങനെയുണ്ടായി? ഞാൻ ജനനവും മരണവും ഇല്ലാത്തവനാണെന്നുള്ള സ്ഥിതി എങ്ങനെയുണ്ടായി? തന്നെത്താൻ അറിഞ്ഞതുകൊണ്ട്. മാലയുടെ സ്ഥാനത്ത് ഉള്ള ആളാണ് മോഹൻദാസ് എങ്കിൽ അതിൽ സ്വർണമായിരിക്കുന്നത് എന്ത് എന്ന് കണ്ട് അത് ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ല, ഞാൻ ജനിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇനി മരിക്കുകയുമില്ല. അപ്പോൾ മോഹൻദാസ് എന്തായി തീർന്നു? ആത്മാവായി തീർന്നു, അമൃതനായി തീർന്നു. അമൃതൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? മരണമില്ലാത്തവനായി തീർന്നു. മരണമില്ലാത്തവനായി തീരുന്നതിനപ്പുറത്തിന് എന്തെങ്കിലും നേട്ടം ജീവിതത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ നേട്ടം ജീവിതത്തിൽ തരുന്നത് എന്താണ്? ഞാൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ മാല ഞാൻ സ്വർണമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു, ഞാൻ ജനനവും മരണവും ഇല്ലാത്ത ആത്മാവാണല്ലോ. അപ്പോ ജ്ഞാനിയായിട്ടാണ്, ഈ ജ്ഞാനം കൊണ്ടാണ് നചികേതസ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. അജ്ഞാനിയായിട്ട് അച്ഛനോടെ ഇരിക്കുന്നു, അല്ലേ? അജ്ഞാനിക്ക് ജ്ഞാനിയുടെ മഹാത്മ്യം അറിയാമോ? ഇല്ല. അപ്പോൾ മകൻ എന്താ ഉദ്ദേശിച്ചത്? അച്ഛനും ഏതെങ്കിലും തരത്തിൽ ജ്ഞാനിയായി തീർന്ന് എന്നെ തിരിച്ചറിയണം. നല്ല വരമല്ലേ? നല്ല വരം. ഇനി മൂന്നാമത്തെ വരം ചോദിച്ചോ? അപ്പൊ ഇത്രയും നല്ല വരം ചോദിച്ചപ്പോ യവനെന്ത് ചെയ്തു? നീ ഇത്രയും നല്ല വരം ചോദിച്ചില്ലേ, രണ്ടാമത്തേതായിട്ട് നിനക്ക് എന്റെ കഴുത്തിലെ മാല ഞാൻ നിനക്ക് തരും. മാല ഊരി അവന്റെ കഴുത്തിലിട്ട് കൊടുത്തു. ഇനി മൂന്നാമത്തെ വരം ചോദിച്ചോ എന്ന് പറഞ്ഞു. അവൻ അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, ചില ആളുകൾ പറയുന്നു മരിച്ചതിന് ശേഷവും ആളുകൾ ഉണ്ടായിരിക്കും എന്ന്. ചില ആളുകൾ പറയുന്നു മരിച്ചോടുകൂടി എല്ലാം തീരും. എനിക്കിതിന്റെ രഹസ്യമൊന്ന് പറഞ്ഞു തരണം. യമരാജൻ ആകെ കൂടി വിഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഈ ചോദ്യം പിൻവലിക്കുക, ഈ വരം പിൻവലിക്കുക. നീ വേറെ വരം ചോദിച്ചോ, നിനക്ക് ഈ ഭൂമണ്ഡലം മുഴുവൻ സ്വത്തായിട്ട് തരാം. എന്നാലും ഈ ചോദ്യം നീ ചോദിക്കരുത്. നല്ല രാജാവാക്കി തീർക്കാം, അവിടെ കൊട്ടാരം നിനക്ക് തരാം, നല്ല സുഖ സൗകര്യങ്ങളുള്ള കൊട്ടാരവും അവിടെ റാണിമാരും പരിചാരകരും ഒക്കെ ഉള്ള സുഖ സൗകര്യങ്ങൾ നിനക്ക് തരാം. പക്ഷെ ഈ ചോദ്യം നീ ചോദിക്കരുത്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഈ സ്വത്തൊക്കെ അങ്ങക്ക് തന്നെ ഇരിക്കണം, എനിക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ മതി, കിട്ടിയാൽ മതി. അവസാനം യമരാജൻ തോറ്റു. യമരാജൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഇവന് മനസ്സിലാകുമോ? മനസ്സിലാക്കാൻ ഇടയില്ല, കൊച്ചുകുട്ടിയല്ലേ. ഏതായാലും അവനെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോൾ യമരാജൻ പറഞ്ഞു, നിന്നെപ്പോലെ ഉള്ള ചോദ്യകർത്താക്കന്മാർ, ചോദ്യം ചോദിക്കുന്നവർ അടുത്തു വരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. നീ ഇത്രയും നല്ല ചോദ്യം ചോദിച്ചില്ലേ, നിനക്ക് ഞാൻ ഉള്ള സുഖസൗകര്യങ്ങൾ മുഴുവൻ വച്ച് നീട്ടിയില്ലേ, കൊട്ടാരവും അവിടെയുള്ള സുഖസൗകര്യങ്ങളും ഒക്കെ വച്ച് നീട്ടിയില്ലേ, എന്നിട്ട് നീ അത് സ്വീകരിച്ചില്ലല്ലോ. ഞാൻ ശ്രേയസ്സും പ്രേയസ്സും നിന്റെ മുമ്പിൽ വച്ച് നീട്ടിയിട്ട് ശ്രേയസ്സിനെ മാത്രം സ്വീകരിക്കുകയും പ്രേയസ്സിനെ വേണ്ടെന്ന് വെക്കുകയും ചെയ്തല്ലോ. അപ്പൊ ശ്രേയസ്സും പ്രേയസ്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ലോകസാധാരണമായ സുഖ സൗകര്യങ്ങൾ, അതിനുവേണ്ടിയാണ് ഇപ്പൊ ആളുകൾ നെട്ടോട്ടം ഓടുന്നത്. പണം സമ്പാദിക്കുക, പണത്തിന് ആ പണം കൊണ്ട് എന്തെല്ലാം വാങ്ങിച്ചു കൂട്ടാമോ അതെല്ലാം വാങ്ങിച്ചു കൂട്ടുക, ഇങ്ങനെ അതിന്റെ സുഖം അനുഭവിക്കുക. അങ്ങനെയുള്ള സുഖസൗകര്യങ്ങളുടെ ലോകത്തെ എന്ത് വിളിക്കും? ശ്രേയസ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ അറിവ് നേടി അതിന്റെ അന്തിമ ഫലമായ അമൃതത്വം കൈവരിക്കുക, അതിനെ മോക്ഷം എന്നും വിളിക്കും. അത് ലക്ഷ്യമാക്കുന്നവരുടെ ജീവിതം, അവർ ഉദ്ദേശിക്കുന്ന എന്താണ്? എന്റെ അന്തിമമായ ആനന്ദം, പരമാനന്ദം, ആ പരമാനന്ദം അനുഭവിക്കുക. അങ്ങനെ അവസാനം യമരാജൻ അവന് കൊടുത്ത ഉപദേശം മുഴുവനും കൂടിയാണ് കഠോപനിഷത്ത്. ഈ ഞാൻ ഇത്രയും പറഞ്ഞത് അതിൽ ഒന്നാമത്തെ അധ്യായത്തിലെ കഥ മാത്രമാണ്. ഇനി യമരാജന് കൊടുക്കുന്ന ഉത്തരമാണ് 3, 4, 5, 6 അധ്യായങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. നാരായണ ഗുരുവിന്റെ ഹോമമന്ത്രം പഠിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അതിനകത്ത് പറയും ശ്രേയശ്ച പ്രേയശ്ച സ്വാഹ എന്ന്.
ശ്രേയസ്സും പ്രേയസ്സും തന്നനുഗ്രഹിക്കണമേ എന്നാണ്. പ്രേയസ് വേണ്ട എന്നല്പം വേണം, എന്നാൽ അതിനുവേണ്ടി ശ്രേയസ് വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല. ഇങ്ങനെ ശ്രേയസ്സും പ്രേയസ്സും തന്നനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ വേണ്ടത്, മുഖ്യമായിട്ടും വേണ്ടത് അറിവാണോ അല്ലെങ്കിൽ ശ്രേയസ്സാണോ? പ്രേയസ്സാണോ? ശ്രേയസ് വേണം. അതിനുവേണ്ടി ഗുരുക്കന്മാർ പഠിപ്പിച്ച അറിവ് സ്വന്തമാക്കണം. നാരായണ ഗുരു മലയാളത്തിൽ ഒരു ഉപനിഷത്ത് എഴുതി തന്നിട്ടുണ്ട്. ഗുരു തന്നെത്താൻ എഴുതിയത് ഈശാവാസ്യ ഉപനിഷത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട്. അതല്ലാതെ ഗുരു സ്വയം എഴുതിയ, സ്വന്തമായി എഴുതിയ, മലയാള ഭാഷയിൽ എഴുതിയ ഒരു ഉപനിഷത്തുണ്ട്. എൻ്റെ പേരെന്താണ്? ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകത്തിനകത്താണ് ഗുരു പഠിപ്പിക്കുന്ന ജ്ഞാനരഹസ്യം മുഴുവൻ വളരെ ലളിതമായ ഭാഷയിൽ. കവിതയാണ്, അതുകൊണ്ട് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഭാഷ അറിയാവുന്നവർക്ക്, മലയാള ഭാഷ നന്നായിട്ട് അറിയാവുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഉപനിഷത്ത് നമുക്ക് നാരായണ ഗുരു എഴുതി തന്നിരിക്കുന്നു. ആ ഉപനിഷത്ത് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. വെറുതെ പഠിച്ചാൽ പോരാ. സ്കൂളിൽ പരീക്ഷയ്ക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി അതങ്ങ് മറന്നു. അങ്ങനെയല്ലേ? ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോൾ അറിയാമോ? ഇല്ല, അതൊക്കെ മറന്നു. എന്നാൽ ഒരിക്കലും മറന്നു പോകാത്തതായ ഒരറിവാണ് ഏതറിവ്? ഓരോരുത്തരും അവരവരെ അറിയുക എന്നത്. ആ അറിവിന്റെ പേരെന്താണ്? ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞ് ആള് പേടിച്ചൊന്നും പോകണ്ട. വെറും ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ്? മാല അറിയുന്നു ഞാൻ സ്വർണ്ണമാണ് എന്നും. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ട്, നമ്മളായി തീർന്നിരിക്കുന്ന സത്യമേത് എന്ന് മനസ്സിലാക്കിയിട്ട്, ഞാൻ ആ സത്യമാണല്ലോ, അതെന്നുണ്ടായി. അതുകൊണ്ട് ആലോചിച്ച് നോക്കുമ്പോൾ അതൊരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല, എന്നും ഉള്ളതാണ്. അതില്ലാതായി തീരുമോ? ഇല്ല. പിന്നെ ഇല്ലാതായി തീരുന്നതോ? അതിങ്ങനെ രൂപം മാറും, അത്രയേ ഉള്ളൂ. മാല ഒരിക്കലും മാല പോകും എന്നുള്ളതല്ലാതെ സ്വർണ്ണം ഇല്ലാതാവും? ഇല്ല. അതുപോലെ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത് എന്നാണ് അർത്ഥം. നശിച്ചു പോകാനായിട്ട് ഒരു വസ്തുവിടെ വേണ്ടേ? ആ വസ്തുവാണ് ആത്മാവ്. അങ്ങനെ നിങ്ങൾ അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പഠിക്കേണ്ടത് എന്താണ്? ദൈവദശകം പഠിക്കണം. ദൈവദശകത്തിൻ്റെ അർത്ഥം വളരെ വിശദമായിട്ട് എഴുതിയത് പ്രാർത്ഥന എന്തിന് എന്തിന് എങ്ങനെ എന്ന ഒരു കൊച്ചു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നിരന്തരം പഠിക്കണം. വെറുതെ 1-2 പ്രാവശ്യം പഠിച്ചാൽ പോരാ, അത് ദിവസവും വായിക്കണം. വീടുകളിൽ പ്രാർത്ഥനയുണ്ടോ നിങ്ങൾക്ക്? വൈകുന്നേരത്ത് വീടുകളിൽ അച്ഛനും അമ്മയും പ്രാർത്ഥന നടത്തുന്ന ആരാണ്? കുട്ടികളല്ലേ. വീടുകളിൽ സാധാരണ പ്രാർത്ഥന നടത്തുന്നത് കുട്ടികളോ വലിയവരോ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ദൈവദശകം പ്രാർത്ഥന ചൊല്ലണം. അതിനുശേഷം ആത്മോപദേശ ശതകത്തിലെ 100 ശ്ലോകങ്ങളുണ്ട്, ഒന്നിച്ച് കാണാൻ പഠിക്കണ്ട. ആത്മോപദേശ ശതകത്തിലെ 10 ശ്ലോകങ്ങൾ എല്ലാവരും കൂടെ ചൊല്ലണം. എളുപ്പമാണ്. അത് ഒരു 20 ദിവസം 25 ദിവസമൊക്കെ ആകുമ്പോൾ ഈ 10 ശ്ലോകവും നമുക്ക് ബൈഹാർട്ടാവും. നമുക്ക് അങ്ങ് ചൊല്ലാൻ സാധിക്കും. പുസ്തകം നോക്കാതെ അങ്ങ് ചൊല്ലാൻ സാധിക്കും. അപ്പോൾ അടുത്ത 10 എടുക്കണം. ഇങ്ങനെ ഒരു വർഷത്തിനകം ഈ 100 ശ്ലോകങ്ങളും നമ്മൾ കാണാതെ പഠിച്ചിരിക്കും. അതൊരു വലിയ നേട്ടമാണ്. എന്നിട്ട് കാണാതെ പഠിച്ചതിന് ശേഷം വീണ്ടും ആത്മോപദേശ ശതകത്തിന്റെ വ്യാഖ്യാനം എഴുതിയതുണ്ട്. അപ്പോൾ ഇതൊക്കെ വൈകുന്നേരത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുമ്പോൾ ഇതൊക്കെ ദിവസം ഓരോ ശ്ലോകത്തിന്റെ അർത്ഥം വായിക്കണം. അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത ശ്ലോകത്തിലേക്ക് പോകണം. അല്ലാതെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് അടുത്തേക്ക് പോകണം, മനസ്സിലാക്കി പോകണം. ഇങ്ങനെയൊക്കെ നിരന്തരമായ ഒരു നിഷ്ഠ നമുക്കുണ്ടായിരിക്കുമ്പോഴാണ് അത് തപസ്സായി മാറുന്നത്. നിങ്ങൾ നാരായണ ഗുരു തപസ് ചെയ്തായിട്ട് കേട്ടിട്ടുണ്ടോ? നാരായണ ഗുരു മരുത്താമലയിലും വെരിയപ്പുറത്തുമൊക്കെ പോയി ഗുഹകളിൽ തപസ് ചെയ്തു എങ്കിലും
ശിഷ്യന്മാർ അങ്ങനെ ചെയ്യണം എന്ന് ഗുരു നിർദ്ദേശിക്കുന്നില്ല. അതിന് പകരം ഒരു മരത്തിൻ്റെ അടിയിൽ പോയിരുന്ന് തപസ് ചെയ്യണം എന്ന് ഗുരു നിർദ്ദേശിക്കുന്നുണ്ട്. ഏത് മരമാണെന്നറിയാമോ? ഇരുപുറവും വരുമാർ അവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്നു പരന്നുയർന്നു മേവും തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും നരന് വരാ നരകം നനശ്വരേണം. ആത്മോപദേശ ശതകത്തിൻ്റെ ഒരു ശ്ലോകമാണ്. ഒരു മരം വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. അതിന് രണ്ട് വശങ്ങൾ. ആ വശങ്ങൾ ഇരുപുറവും വരുമാർ അവസ്ഥയെ പൂത്ത്, ഇങ്ങനെയുള്ള അവസ്ഥയെ പൂക്കളായി കണ്ടുകൊണ്ട് ഒരു വള്ളി ആ മരത്തിൽ മുഴുവൻ മരം മുഴുവൻ മറച്ചു കളയുന്ന തരത്തിൽ ആ മരത്തിൻ്റെ മുകളിൽ വളർന്ന് പന്തലിച്ച് കിടക്കുന്നു. അങ്ങനെയുള്ള ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു തപസ് ചെയ്യണം. അപ്പോൾ അരിപ്പുറത്ത് പോയിരിക്കണമെന്നോ മരുത്വാമലയിൽ പോയിരിക്കണമെന്നോ ഗുരു പറഞ്ഞോ? ഇല്ല, ഇത് മായാമരമാണ്. ഈ ലോകം തന്നെ ഒരു മായാവി കാണിക്കുന്ന മായാജാലം. മായാവി എന്ന് വെച്ചാൽ അറിയാമോ? മജീഷ്യൻ, ഇംഗ്ലീഷിൽ പറഞ്ഞാലേ അറിയാമോ. മാജിക് കാണിക്കുന്നു. മാജിക് കണ്ടിട്ടുണ്ടോ? മാജിക്കിൽ പലതും ഇങ്ങനെ ഇല്ലാത്ത പലതും നമുക്ക് ഉള്ളതായിട്ട് തോന്നില്ലേ? അതൊക്കെ വാസ്തവത്തിലുള്ളതാണോ? ഇല്ല. അതുപോലെ ഈ ലോകവും ഒരു വലിയ ഗുരു പറയുന്നു മഹേന്ദ്രജാലമല്ല ആത്മോപദേശത്തിനാണ്. അതുകൂടി നോക്കിയാൽ ഈ ലോകം ഒരു മഹാ ഇന്ദ്രജാലമാണ്. വലിയ മാജിക് ഷോ ആണ്. മാജിക് ഷോയിൽ കാണുന്നതെല്ലാം സ്വന്തം സത്യമല്ല, ഉള്ളതുപോലെ തോന്നുന്നതാണ്, അല്ലേ? പക്ഷേ ആ ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ലോകത്തെ തന്നെ ഒരു മരമാക്കി കണ്ടുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇരിക്കണം. അപ്പോൾ ആ മരം കണ്ടെത്താൻ ദൂരെങ്ങും പോണോ? വേണ്ട. നമ്മളെല്ലാം ജീവിക്കുന്നത് ആ ലോകത്തിന്റെ തണലിലാണ്. ആ തണലിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് വേനൽക്കാലത്ത് മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കുന്ന നല്ല സുഖമാണ്, അല്ലേ? അതുപോലെ ആ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് എന്ത് തപസ് ചെയ്യണം? ഞാനീ പറഞ്ഞ പഠനമാകുന്ന തപസ് ചെയ്യണം. ആ തപസ് മുന്നോട്ട് പോകുമ്പോഴാണ് അവസാനം ഞാൻ ആരാണ് എന്ന് മനസ്സിലാകുന്നത്. ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ആത്മാവാണ് എന്നൊക്കെ മനസ്സിലാക്കി ഇല്ലേ? മനസ്സിലാക്കാനുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ആത്മാവായിട്ട് തന്നെ ജീവിക്കും. അതെങ്ങനെ? അത് പഠിച്ചു ചെല്ലുമ്പോൾ അറിയാം. അങ്ങനെ ഗുരുക്കന്മാരുടെ സഹായത്തോടു കൂടി നമുക്ക് ഏതുപോലെ നചികേതസ് യവന്റെ അടുത്ത് ജ്ഞാനോപദേശം നേടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നചികേതസിനെ പോലെ നമ്മളും ആയിത്തീരണം എന്നാണ് നാരായണ ഗുരു ഉദ്ദേശിച്ചത്.